Dear students, very good morning all. Once more all are welcome to Financial Accounting new video class. Single entry system ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസിങ് ഫിഗർ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ദെൻ വൺസ് മോർ ഓൾ ആർ വെൽക്കം. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Calculate the amount of bills receivable as on 31st December 2019. So, നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് amount of bills receivable as on 31st December 2019. അതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1st January 2019 ആണ് ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോൾ ക്ലോസിംഗ് എമൗണ്ട് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ക്ലോസിംഗ് ബാലൻസ് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ റിമൈനിങ് ഒരുപാട് ഫാക്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ ഒരു കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഇതിന് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഹെഡിങ് കൊടുക്കാം, ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഡെബിറ്റ് ബാലൻസ്. ഫസ്റ്റ് വൺ, ബിൽസ് റിസീവബിൾ ആസ് ഓൺ 1st January 2019 rupees 20,000. So opening balance to balance brought down rupees 20,000. Clear? Second one, bills receivable received during the year rupees 25,000. അപ്പോൾ ഡെറ്റേഴ്സിൽ നിന്നാണ് ബിൽസ് റിസീവബിൾ എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക. അപ്പോൾ ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ, ദാറ്റ് മീൻസ് സൺട്രി ഡെറ്റേഴ്സ്. എത്ര സൺട്രി ഡെറ്റേഴ്സ് ഉള്ളത്? 25,000. സോ സൺട്രി ഡെറ്റേഴ്സ് 25,000. അപ്പോൾ നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എവിടെ റൈറ്റ് ചെയ്യാം? എന്താണ് ഇതിന്റെ ജേണൽ എൻട്രി? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഡെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ എമൗണ്ട് എവിടെ പോവുക? സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്, അതായത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഡെറ്റേഴ്സ്. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാനുണ്ടാവും? സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഈ പറയുന്ന എമൗണ്ട് ബൈ ബിൽസ് റിസീവബിൾ rupees 25,000. ഓക്കെ, that means bills receivable received during the year. ഇത് എവിടെ ട്രീറ്റ് ചെയ്തത്? ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ എഴുതി. എങ്ങനെ എഴുതിയത്? ടു സൺട്രി ഡെറ്റേഴ്സ്. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ടും കൂടി ഓപ്പൺ ചെയ്യാറുണ്ടെങ്കിൽ ഈ എമൗണ്ട് സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബൈ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നത്. ഇവിടെ അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഒറ്റ അക്കൗണ്ട് മാത്രമേ എമൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടുള്ളൂ, ബിൽസ് റിസീവബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് മാത്രം. ഓക്കെ, അപ്പൊ അത് പറഞ്ഞതേ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, തേർഡ് വൺ, ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് ഫ്രം ദി ബാങ്കേഴ്സ്. അപ്പൊ ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് ബാങ്കുകാർ. അപ്പൊ ബാങ്കുകാർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്ര? 5,000 rupees. അപ്പോൾ ബാങ്കുകാർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ബാങ്ക് ബൈ ബാങ്ക് rupees 5,000. Okay. Fourth one, cash received on account of bills receivable rupees 2,500. അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ക്യാഷ് റിസീവ് ചെയ്താൽ അതിന് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ ക്യാഷ് rupees 2,500 ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ദെൻ ബിൽസ് റിസീവബിൾ ഡിസോണേഡ്. ബിൽസ് റിസീവബിൾ എന്തായി? ഡിസോണേഡ് ആയി. അപ്പോൾ ആ ഡിസോണേഡ് ആയിട്ടുള്ള എമൗണ്ടിനെ ഇതിന് ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നു. ബിൽസ് റിസീവബിൾ ഡിസോണേഡ് amount rupees 2,500. Okay, then bills receivable endorsed in favor of creditors. bills receivable
endorsed rupees 3000. ഓക്കെ, എല്ലാ ഫാക്ടും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ബാലൻസ് ചെയ്യാം. അപ്പൊ അതിൽ ഏത് സൈഡായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഇവിടെ 20, 25, 45,000 ഉണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 45,000 ടോട്ടൽ ഉണ്ട്. ദെൻ ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ 5,000, 5,000, 10,000, then 13,000. 13,000, that means 45,000 minus 13,000. Balance 32,000. So balance carry down. ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് നമുക്ക് കിട്ടി 32,000. ടോട്ടൽ വാല്യൂ 45,000. അങ്ങനെയാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? തന്നിട്ടുള്ള ഫാക്ട് ഇത് അസറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതി, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ബാലൻസിംഗ് ഫിഗർ 32,000. ഓക്കെ, പിന്നീട് എപ്പോഴെങ്കിലും ഇത് ബാലൻസിംഗ് ഫിഗർ എഴുതിയിട്ടില്ലെങ്കിൽ എവിടുന്നാ ഈ എമൗണ്ട് കിട്ടിയെന്നുള്ളത് ഈ ക്വസ്റ്റിനകത്ത് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ബാലൻസിംഗ് ഫിഗർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ ഇവന്റും ഈ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ചെയ്തിട്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ എഴുതാൻ പാടുള്ള ഇവന്റ് മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. ദെൻ ബിൽസ് പേയബിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബിൽസ് റിസീവബിൾ എഴുതാൻ പാടില്ല. അത് ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ബിൽസ് റിസീവബിൾ ആസ് ഓൺ, ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ, ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് ഫ്രം ബാങ്കേഴ്സ്, cash received on account of bills receivable, bills receivable dishonored, bills receivable endorsed in favor of creditors. Okay, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫിഗറും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ട് ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിന്റെ ബാലൻസ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മേ ബി ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് തന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ഇവിടെ മിസ്സിംഗ് ആയിരിക്കും. അതിന് പകരം ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഫൈൻഡ് ചെയ്യാൻ പറയും. 1 January 2019 ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും 32,000. എന്തെങ്കിലും ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എഴുതി ഇവിടെ 25,000 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ 45,000 എമൗണ്ട് ഇവിടെ റൈറ്റ് ചെയ്യും. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഈ 20,000 ഉണ്ടാവുള്ളൂ. ഇവിടെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ്സ് ക്ലിയർ? Next topic, find out the opening or closing balance of bills payable account. നമ്മൾ debtors account, creditors account, that means sales, purchase, then bills receivable. Already discuss ചെയ്തു കഴിഞ്ഞു. Fourth one ആണ് bills payable account. Okay, ഒരു question check ചെയ്യാം. From the following, ascertain the amount of bills payable as on 1st January 2019. ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആണ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടാവും? ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഫൈൻഡ് ചെയ്യാൻ വരും. അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയും. ഫസ്റ്റ് വൺ, ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദി ഇയർ ₹20,000. issued to creditors during the year ₹20,000. 20,000 രൂപയുടെ ബിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദി ഇയർ ₹20,000. നെക്സ്റ്റ്, ബിൽസ് പേയബിൾ പെയ്ഡ് ₹10,000. അതിന് പേ ചെയ്തിട്ടുള്ളത് 10,000. ദെൻ ബിൽസ് പേയബിൾ ഡിസോണേർഡ് ₹4,000. കൊടുത്തതിൽ ഡിസോണർ ആയി പോയി ഏത്? ₹4,000. Then bills payable as on 31st December 2019 ₹20,000. ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരുന്നു അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് എന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ചു പോകാം. ബിൽസ് പേയബിൾ അക്കൗണ്ട്. Bills payable account, credit, then debit. Okay,
ബിൽസ് പേയബിൾ ലാബിലിറ്റി ആണ്, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ലാബിലിറ്റി എപ്പോഴും ക്രെഡിറ്റ് ബാലൻസസ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക ഓപ്പണിംഗ് ബാലൻസ്. സോ ബൈ ബാലൻസ് അത് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ചെയ്യേണ്ടത് ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാ ഫ്രം ദ ഫോളോയിങ് അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ 1st January 2019. ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആണ് ഇത് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫിഗർ ആണെന്ത്, നമ്മുടെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തന്നിട്ടുള്ള ഇൻഫോർമേഷൻ അതുപോലെ പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദി ഇയർ. ഈ വർഷം ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൈ ക്രെഡിറ്റേഴ്സ് ഹൗ മച്ച്, 20,000. ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 20,000. ബിൽസ് പേയബിൾ പെയ്ഡ് rupees 10,000. അതിൽ 10,000 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടു ക്യാഷ് 10,000. റെഡി. ബിൽസ് പേയബിൾ ഡിസോണേർഡ് rupees 4,000. Dishonored rupees 4,000. Next, bills payable as on 31st December 2019. So balance carried down amount rupees 20,000. Then എന്താണ്, closing balance ആണ്. Isn't it? അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് 20,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 20, 10, 30, 34,000 ഉണ്ട് ടോട്ടൽ. ഓക്കെ, 34,000. 34,000 മൈനസ് 20,000, ടോട്ടൽ 34,000. സോ 34,000 മൈനസ് 20,000, 14,000. 14,000 ആണെന്ത്, ഓപ്പണിംഗ് ബാലൻസ്. ഏതിൽ, ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് എമൗണ്ട് 14,000. വേറെ അല്ലേ, വളരെ സിമ്പിളാണ്. തന്നിട്ടുള്ള ഇൻഫോർമേഷൻ അതുപോലെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ?